എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. പാപം ചെയ്തു, നിന്റെ രൂപത്തിന്മാളെ ഞാൻ ചെയ്തു. എന്നാൽ അത് നിന്റെ വചനത്തിൽ നീ വിധിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ എന്നെ ആദ്യം അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രസം എന്നെ അറിയിച്ചു. നിന്റെ സോപ്പാണ്ട് എന്റെ മേത്തടിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ മൺമയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ മൺമയാക്കും. സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണിച്ചിരിക്കുന്ന എന്റെ അസുഖം സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ രൂപം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് തള്ളിക്കളയരുത്, എന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ഞാനെന്നൊരു ക്ഷണിക്ക് തിരിച്ചു തരണമേ, മാത്രമുള്ള എന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്നെ വഴിപിടിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിൽ എനിക്ക് തുറന്നു തരണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. ഹോമബലികളും നിരപ്പായതുമില്ല, ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഖിയനോട് നന്മ ചെയ്യണമേ, ഓർശിലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളിലും ഹോമ ബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരേറും. ദൈവമേ, സുഖമാകുന്നു. പാർക്കമോ വാസികളെ സന്തോഷിപ്പിച്ചു. കരുണാപേ സന്തോഷം രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിയിടും. മോതിരമോഷകളെ സദയം മോതിരമരുളി തിരുസഭയെ വിട്ടപ്പോ പരിപാവനത രുതിരങ്ങൾ കൈക്കൊണ്ടാടവളും മോതിരമതിനാൽ കൊലയുന്നും രക്ഷിതയാ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. മാർക്കുമോ നിൻമൂലം മാതാവൽ മൂലം വൽമീനാമേ. മാനവർ വന്ദിച്ച് പാടി പാടുന്ന കൃതരഹസ്യം സംപൂജ്യം പരിശുദ്ധാത്മാവാൻ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമീപിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുന്ന മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കൊണ്ടുള്ള ഐക്യമത്യവരിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ബാറക് മോറോസോ അബൂലസ്ബാൻ നൽകുതനൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയൻ തുരചിയും വർഷിച്ചാൽ കൃപനിൻ അധരത്തെ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി വാഴ്ത്തുമോ. നിൻമൂലം മാതാവൽ മൂലം വൽമീനാമേ
ഉപമകളാ ശ്രീമോൻ ചൊന്നാനേകം ചാരുമുഖി പാദം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ 10,000 തൻ പൂങ്കാവാണിസരായേ ശുദ്ധൻ യാക്കോബില്ലതയും വിത്തന്നർദി തൈലത്തിൽ മൃദുലല്ലവനാകാരകിരി പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിയനെ നാം വാഴ്ത്തിയിടുന്നു. സർവപരിജ്ഞാനത്തിൽ നിർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, നീ അനശ്വരമായി വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം അങ്ങയിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. അങ്ങയുടെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് അവിടുന്ന് അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ അങ്ങേക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ അവിടുന്ന് നൽകി അതിനെ സന്തോഷിപ്പിച്ചു. അങ്ങേ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. വിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിനെ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ അവിടുന്നാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ അനുഗ്രഹിച്ചതുപോലെ അങ്ങേ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മകനായി മണവാളനും ഞങ്ങളുടെ മകളായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. തമ്പുരാനെ, ഇവരുടെ വിവാഹം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ അവിടുന്ന് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ അലങ്കരിക്കുകയും ഈറന്മാരും അലഹമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, തിരുവൻപായ സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടവിടാതെ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക് മോർ ഹോശോ അബ്കുൽ ഷ്ബാനിലോൽമേ Nalohon kabel khusoyod khawbe wishbukonod toge batrayhun almelo lemolmin ആമേൻ. പതിവ്രതയാ പരിപാവന സഭയെ വാനോർക്കാതൻ വീട്ടൊരു നേരം ശീമോനോ കന്നാനെന്നിവ
ദൂതരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടി വരണം ശീമോനെ സുവിശേഷം യോഗന്നാഥൻ കൽപ്പിച്ചാൽ വിലയേറിയിടും താങ്ങാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ ബാരക്കുമോ മൂടുപടം വടിമോതിരവിവയ കാമാർ വിജയം സമ്പാദിച്ചു പോക്കണവും കല്ലും കവിണയുമായി വെണ്ണാമോ ഞാൻ പിന്നെ ദാവീദ് താമാ ഉത്തമയായി മൂന്നാം ദാവീദ് നന്നതനായി മൂന്നാം സംരക്ഷകനാം തൃത്വത്തെ വിശ്വാസിനി പാവന സഭയ സ്തുതിഗീതത്താൽ കീർത്തിക്കുന്നു. പറക്കുമോർ വൃതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളേ തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തന്റെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന നിന്റെ ഈ ദാസിൽ നിന്ന് സുഹൃതനുകളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവരിലുണ്ടാകുവാൻ ഇടയാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്കുന്നതിന്റെ പിതാവിനെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബറക്കുമോർ ഹോശോ ബുക്കൂൽ സുബാൻ ലവൽമേ. L'escoso volen botai bose, bamrahuma usagi levalmin. Parkone l'escoso volen, lishumaloi haduso dabina yodaito kadisto. Bashmoda. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലേഹന്മാരിൽ നിന്നെന്ന പോലെ ഈ വന്യപിതാവിന്റെ കൈകളിൽ നിന്ന് നിന്റെ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറക്മോർ ഹോശോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ജയകരമായ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. സ്നേഹിക്കപ്പെട്ടവരെ, വിവാഹ കൂദാശയുടെ 1-ാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നിർവഹിക്കേണ്ടുന്നത് കിരീടം വാഴ്വിന്റെ ക്രമമാണ്. പ്രിയപ്പെട്ട ഐസക്കും സോനയും ഇന്ന് ഈ
പരിശുദ്ധ ബലിപീഠത്തെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഈ കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ഇപ്രകാരം പറയാറുണ്ട്: വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, അത് ഭൂമിയിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ രണ്ടുപേരെയും തെരഞ്ഞെടുത്ത് ഇന്നീ കാണുന്നതായ നിലയിലേക്ക് ആക്കി തീർത്തിരിക്കുകയാണ്. നിങ്ങൾ വ്യത്യസ്തമായ കുടുംബത്തിൽ ജനിച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൊക്കെ വളർന്നവരാണ്. ഈ കൂദാശ നിങ്ങളെ ഇന്ന് ഒന്നാക്കി തീർക്കുമ്പോൾ മരണം വരെയും വിച്ഛേദിക്കുവാൻ പാടില്ലാത്ത വലിയൊരു ബന്ധമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വ്യത്യസ്തതകളും ഈ കൂദാശയിലൂടെ ദൂരീകരിക്കുകയാണ്. ഒരുപക്ഷെ ഐസക്കും സോനയും ദേവാലയത്തിലേക്ക് കടന്നു വന്നതുപോലെ തന്നെയായിരിക്കാം തിരികെ പോകുന്നത് ബാഹ്യമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ. പക്ഷേ ആന്തരികമായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു രൂപാന്തരീകരണം ഇന്ന് ഈ കൂദാശയിലൂടെ സംഭവിക്കുകയാണ്. ആകയാൽ നിങ്ങൾ ഇന്ന് പ്രാപിക്കുന്ന ദൈവിക കൃപകൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് സാധ്യമായി തീരട്ടെ. വിവാഹത്തെക്കുറിച്ച് ഒരു സഭാപിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്: മണവാളനും മണവാട്ടിയും ക്രിസ്തുവും ഒരുമിക്കുമ്പോഴാണ് കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം അതിൻ്റെ അർത്ഥത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് ആയിത്തീരുന്നത് എന്ന്. അതുകൊണ്ട് ഇന്ന് ക്രിസ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തെ ആശീർവദിച്ച് നിങ്ങളെ ഒന്നാക്കി തീർക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അദൃശ്യമായിരിക്കുന്ന ആ വലിയ കൃപകൾ നിങ്ങളിലേക്ക് സമൃദ്ധിയായി വർഷിക്കുമ്പോൾ you have to maintain and you have to sustain. ജീവിതത്തിൽ അത് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയും ദൈവാശ്രയം ഒക്കെ ആവശ്യമാണ്, അനിവാര്യമാണ്. കുടുംബ ബന്ധങ്ങൾ യഥായോഗ്യം നിലനിന്ന് പോകുവാനായിട്ട് ഇന്ന് ഈ കൂദാശയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ദൈവിക അനുഗ്രഹങ്ങൾ അത് കുറവ് വരാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന ജീവിതത്തിൽ എപ്പോഴും അത് വലിയ ഒരു ശ്രേഷ്ഠതയായി തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധ്യമായി തീരട്ടെ. കുടുംബ ബന്ധത്തെക്കുറിച്ച് ഒരു ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്: വിവാഹമെന്നാൽ അതിലൂടെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഒന്നാമതായിട്ട് പാർട്ട്ണർഷിപ്പ്, രണ്ടാമതായിട്ട് പ്ലഷർ, മൂന്നാമതായിട്ട് പ്രൊക്രിയേഷൻ, അതേപോലെ തന്നെ പ്രയർ ആദിയായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ബന്ധത്തിലൂടെ സാധ്യമാകണം. പരസ്പരം നിങ്ങൾക്ക് തന്നെ ആശ്രയമായിട്ട് തീരണം. നിങ്ങളിലൂടെ ദൈവം തമ്പുരാൻ തലമുറകളെ രൂപീകരിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് അപ്രകാരമായിരിക്കുവാൻ ശ്രദ്ധിക്കണം, ഒരുക്കമുള്ളവരായിരിക്കണം. നിങ്ങൾ ഒന്നായി തീരുമ്പോൾ യു ആർ റെപ്രസെന്റിങ് ടു ഫാമിലീസ്. ഈ രണ്ട് കുടുംബങ്ങളാണ് ഇന്ന് ഒന്നായി തീരുന്നത്. നിങ്ങളുടെ ബന്ധവും ചേർച്ചയും അടുപ്പവും ഒക്കെ ഈ കുടുംബങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നു. ഇന്ന് ഈ കൂദാശയ്ക്കായിട്ട് ഒരുങ്ങി ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഐസക്കിന്റെ വീട്ടുകാരോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ സോനയുടെ പേരൻസിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇനി നിങ്ങൾ തിരികെ മടങ്ങിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സഭാപിതാവ് പറയുന്നത് അത് പ്രഭാതത്തിന്റെ ഓടാമ്പലും സന്ധ്യയുടെ സംരക്ഷണവുമായി തീരണം എന്നാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ ഈ പ്രതികൂലതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലൊക്കെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എല്ലാം സുഖമാണ്, പൂമത്ത ഭരിച്ചതോ അല്ലെങ്കിൽ എല്ലാം കംഫർട്ടാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. വി ഹാവ് ടു ഓവർകം. നമ്മൾ അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് ദൈവത്തിൽ സമർപ്പണവും ദൈവാശ്രയവും പ്രാർത്ഥനയും അതേപോലെ തന്നെ ദേവാലയത്തിൽ വന്ന് ആരാധനയിലൊക്കെ സംബന്ധിച്ച് നിങ്ങൾ നന്നായി തീരുന്ന ഇടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന്റെ ഇടമായി തന്നെ കണ്ടുകൊണ്ട് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും തന്നെ ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ ശ്രദ്ധാപൂർവം നിറവേറ്റുവാനായിട്ട് പ്രത്യേകമായിട്ട് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കൾക്ക് നമുക്ക് എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും നേരാം. ദൈവം നിങ്ങൾക്ക് നല്ല ഒരു
ജീവിതം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ധന്യരാക്കട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള നാളുകളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ. സ്നേഹത്തിൽ, സമർപ്പണത്തിൽ, സഹാനുഭൂതിയിൽ, സഹനത്തിൽ, അങ്ങനെ നല്ല ഒരു മാതൃകാപരമായ കുടുംബജീവിതം, സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം നിങ്ങളിലൂടെ സഭ ആഗ്രഹിക്കുമ്പോൾ നിശ്ചയമായും അത് നിറവേറപ്പെടുവാൻ ഇന്നത്തെ ഈ പ്രാർത്ഥനയും ഇന്നത്തെ ഈ മധ്യസ്ഥതയും എല്ലാം ഏറെ പ്രയോജനപ്പെടട്ടെ എന്ന് ഈ തരുണത്തിൽ വിനയപൂർവ്വം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടിയുള്ള, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ളതായ ആശംസകളും ദൈവനാമത്തിൽ നിങ്ങൾക്ക് നേരുകയാണ്. പ്രിയപ്പെട്ട ഐസക്കിൻ്റെ പിതാവ് വർഗീസേട്ടൻ, അദ്ദേഹം ചെന്നൈയിലായിരുന്നപ്പോൾ അവിടെ അണ്ണാനഗർ പള്ളിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ പള്ളിയുടെ കീഴിലുള്ള ആതുര സേവന പ്രസ്ഥാനമായിരിക്കുന്ന റെഡ് ഹിൽസിലുള്ള റിട്ടയർമെന്റ് ഹോമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു പോന്നിരുന്നു. ആ ഒരു വ്യക്തിപരമായ ബന്ധം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബൈജി ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ തരുണത്തിൽ എല്ലാവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശുശ്രൂഷ തുടരാം. പരിശുദ്ധനായ പൗലോസ്ലിയായ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാർക്കുമോ നമ്മുടെ കർത്താവായ ശിംശിയാണ്ട് നാമത്തിൽ സർവ്വത്തിനു വേണ്ടി പിതാവാ ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭാ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹാ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെയും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറ്റവും തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ ദേശസ്വനെയായി സ്വകീയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മശിഹാ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസബന്ധികളും അസ്ഥ്യസംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് നേർന്നിരിക്കും. അവർ ഇരുവരും ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. അമിനഹായി ബാറകുമോ. Evangelion gadisho tumorane shimshio doskre alain lekul
ആത്മാവിനുകൂടെ ദൈവാകർത്താവ് ഞങ്ങളെ യോഗ്യമാറാകട്ടെ. Evangelion Gadishon Moranes Mashiko Gorusus Magionis Min Matai Shligo Magrason of Magres Hayo Furgon Elevalma. അനുഗ്രഹിക്കുന്നവനും ആഴമാർന്നവനാവുന്ന നമ്മുടെ രക്ഷയ്ക്കായി തന്റെ ജനസ്തുതികളും നാം എല്ലാവരെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതിനെ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഈ വചനങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യോർദാന്റെ മറുകരയിൽ യഹൂദയുടെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവരുണ്ടല്ലോ ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. ശൈനോ മശ്ലോമോ ലകുൽകൂൻ. ധന്യശ്രീകാതരുവിന്മേ നീതിമഹാരവിയാം നിന്നെ നിർമ്മലയാം സഭകണ്ടമോ അമ്മിളിതുല്യം ക്രമമായി നിന്നെ അഖിലാധിപനാം ഇന്ദ്രാഗാന്യത്തെ നിധിബോധന്യം ഘോഷിച്ചു.
ഹസിനോയോയേ ക്ലീലോദു ഹസിയാസോയേ ബറേഷേ കമ്പാലിംബം നൽകാം മുടിയാം മണവാളനും മണവരയാൽ മണവാട്ടിക്കും കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളൻ ശിരസിന്മേൽ ഹസിയോ ജോടിക്കുന്നു മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മശിഹാകൃപനാ രചിതം മകുടം പാരം രുചിരം ലീലാബീദേ നമോറാൻ ബെനശ്മായോ സോയാഗനുഹേസ് ഹസിനോയോയേ ക്ലീലോദു ഹസിയാസോയേ ബറേഷേ ശാശ്വതശാലാദീശ സത്യമണാളാശീത്രൻ സവിതമണഞ്ഞീരണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സ്ഥലശക്തിക്കുമെതിരെ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയുടെ ശിരസിൽ ഹസിയോ ജോടിക്കുന്നു കമ്പാലിംബം നൽകാം മുടിയാൽ മണവാളനും മണവരയാൽ മണവാട്ടിക്കും ലീലാബീദേ ദമോറാൻ മെനശ്മായോ സോയാഗനുഹേസ് ലകൽ സോയോയേ ക്ലീലോദു ഹസിയാസോയേ ബറീഷോ മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മശിഹാകൃപനാ രചിതം മകുടം പാരം രുചിരം കർത്തനാൽ ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാട്ടിയുടെ ശിരസിൽ ഹസിയോ ജോടിക്കുന്നു മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം. നീതിയും കിരീടവും അക്ഷഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാമുദ്രനും പരിശുദ്ധാത്മാവിനും സ്തുതികളേറ്റുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാകുകയും ചെയ്യട്ടെ. ശ്രീ
ശ്രീവേദവേദോ ത്രികീനാ മേകോല മേസ്തരീനാ ശുഭചിഹ്നന്താ ശ്രീവാ വിജയ കൊടിതാ ശ്രീവാ നമ്മെ രക്ഷിച്ചിടും ശ്രീവായി പുകഴുന്നു നാം. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. മണവാളനായ സ്വർഗീയ മണവാളനായ മെശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മെശിഹാദിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകുമാറാകട്ടെ. കരുണയുള്ള വരത്തുക എന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകുൽക്രിസ്തായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പരസ്പരം നിങ്ങൾ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ആകാശം നിന്ന് പനിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുവാനിടയാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ ഇടയാകുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ബർക്കുമോർ ഹോശോ കുർസ്ബാൻ ലെവൽ മീൻ ആമേൻ. ഇത് തോട്ടം നട്ടോരേ ഈ അണഞ്ഞുവ മണവാളൻ ഈ തോട്ടത്തിലെൻ തീർക്കാം ഇഷിച്ചീരുക കുളിർത്തന്നെ നാളും മാസമാടും അവ പാഴിരുളിൽ പോയി ഇച്ചിവനി കേട്ടപ്പോ കണ്ണുകളിൽ ഞാനീച്ചി ഒഴിയോരാകെ മേലയോടാവേനി ആദ്രത നിറൈ വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ഉണ്ടാകേണം ധന്യതയാണോ പരിശുദ്ധന്മ പ്രാർത്ഥനയാ വാഴ്ത്തണമേ ഈ ജനനിവകത്തിൽ എന്നേക്കും സ്തുതി പാടാം പിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവ് ഇവരുടെ വായ്കൾ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ട് അഭ്യർത്ഥനയായി കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും
ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീമായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കും. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും എന്ന സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ ഗീവർഗീസ് സഹദായുടെയും വിലയേറിയ മധ്യസ്ഥ മുഖാന്തരം കർത്താവായ യേശുമിശിഹായുടെ അദൃശ്യമേറിയ വലതുകരം ഇന്നും എന്നും എന്നേക്കും നിങ്ങളിൽ വന്ന് ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ഏകാത്മജനോട് ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനി ചോർക്ക ഈ വിവാഹ കൂദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും താൻ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനതയും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും അവിടുത്തെ ഔന്നത്യമേറിയ സിംഹാസന സന്നിധിയെങ്കിൽ സ്വീകാര്യയോഗ്യവും അംഗീകാരയോഗ്യമായി ഭവിക്കണമേ. ആബോഹായോ കാദീശോ മോറാൻ എസ്രാഹാമേലായി മോറാൻ ഉസ്രാഹിമേലായി മോറാൻ റാമേലൻ ശുഭോലക് മോറാൻ ശുഭോലക് മോറാൻ ശുഭോലക് സുബ്രലോലം ബാറക്കുമോ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക്